നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓണം വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഇവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ ഫോണിലും റേഞ്ച് ഒന്നും കിട്ടുന്നില്ല. നമ്മള് സൂര്യമംഗലത്തേക്ക് ഇറങ്ങിയപ്പോ മുതൽ തടസ്സങ്ങളാണല്ലോ ഗൗതം. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, കാലദോഷങ്ങൾ നമ്മളെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നാട്ടിലൊന്നൊഴിയാത്ത പ്രശ്നങ്ങൾ. ദോഷനിവാരണത്തിനായി യാത്ര പുറപ്പെട്ടപ്പോൾ അതിലും തടസ്സങ്ങൾ. ഭഗവാനെ, പ്രതിസന്ധിയാണല്ലോ. എങ്ങനെയെങ്കിലും ഞങ്ങളെ സൂര്യമംഗലത്ത് എത്തിക്കണേ. ഇതിലും വലുതേതോ വരാനിരുന്നതാവും. ആ ക്ഷേത്രത്തിൽ നിന്ന് ഈ യന്ത്രം പൂജിച്ച് കിട്ടിയോണ്ട് ഇത്രയൊക്കെയല്ലേ സംഭവിച്ചുള്ളൂ. നമ്മുടെ കുടുംബജോത്സ്യൻ പറഞ്ഞതെല്ലാം അതുപോലെ തന്നെ സംഭവിക്കാനുള്ളൂ നിധി. ഇനി നമ്മൾ എങ്ങനെ യാത്ര തുടരും? ഒരു മെക്കാനിക്കിനെ കണ്ടെത്തി ഈ പ്രശ്നം പരിഹരിച്ചാലേ ഇനി യാത്ര തുടരാനാവും. അതിന് ആരുടെയെങ്കിലും ഹെൽപ്പ് കിട്ടാതെ ഒന്നും നടക്കത്തുമില്ല. നമ്മൾ പലവട്ടം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ സ്ഥലത്തിന് ഒരു മാറ്റവും ഇല്ല അല്ലേ? നിന്റെ സൂര്യമംഗല ദേശത്തിന് മാത്രം എന്താടി ഇത്ര പ്രത്യേകത? ഈ സ്ഥലം അങ്ങനെയാ. ഏതെല്ലാം നാടിന്റെ മുഖഛായ മാറിയാലും സൂര്യമംഗലം ദേശത്തിന്റെ ഈ കാണുന്ന വൈബിനെ ഒരു മാറ്റവും വരില്ല. ഇങ്ങനെ ഒരു സ്ഥലത്ത് ജനിച്ചു വളരാൻ കഴിഞ്ഞതേ നിന്റെ ഒരു ഭാഗ്യം. എന്റെ നാട്ടിൽ ചെന്ന മരങ്ങളോ പുഴകളോ കുളവോ ഒന്നും ഉണ്ടാവില്ല. ശവകുടീരങ്ങൾ പോലെ കുറെ കെട്ടിടങ്ങൾ കാണും. ഗൗതം, ദേ ഒരു വണ്ടി വരുന്നുണ്ട്. നമുക്ക് അവരോട് ഹെൽപ്പ് ചോദിച്ചാലോ? അവരെ നമ്മളോട് എന്തോ ഹെൽപ്പ് ചോദിക്കുകയാണല്ലോ. നമുക്ക് നോക്കാം. നിങ്ങൾ ഈ സ്ഥലത്തുള്ളവരാണോ? ആണെങ്കിൽ ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? ഞങ്ങളുടെ വണ്ടി ഒന്ന് കേടായി. എന്താ പ്രശ്നം ചേട്ടനൊന്ന് നോക്കിക്കൂടായിരുന്നോ? എന്നെ കൊണ്ട് അറിയാവുന്ന പോലെയൊക്കെ ഞാൻ നോക്കി. ഇനി ഒരു മെക്കാനിക്കിന്റെ സഹായം ഇല്ലാതെ ഒന്നും നടക്കും തോന്നില്ല. ഇവർ ശരിക്കും ഹസ്ബൻഡും വൈഫും തന്നെയാണോ? ആണോ? ഏതെങ്കിലും ചുറ്റികൾ ടീമാണെന്ന് എന്റെ സംശയം. ആവശ്യമില്ലാത്ത കാര്യം പറയാതെ. ഇവരെ കണ്ടാലേ അറിയാം ഇവര് അത്തരക്കാരല്ലാന്ന്. പിന്നെ കുടുംബത്തിൽ പറഞ്ഞ കുലിനറാണെന്ന് മുഖത്ത് എഴുതി വെച്ചിരിക്കുകയല്ലേ. ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ വെച്ച് കൃത്യമായിട്ട് നിങ്ങളെ വണ്ടി കേടാവണമെങ്കിൽ നിങ്ങൾക്ക് ആരോ പണി തന്നതാണല്ലോ. പണി തന്നോന്നുമല്ല, വണ്ടിക്ക് എന്തോ ചെറിയൊരു മിസ്സിങ്. ഞങ്ങൾക്കാണെങ്കിൽ പെട്ടെന്ന് പോവാൻ വേണം. ചേട്ടനും ചേച്ചിയും എവിടെ നിന്ന് വരിക? ഞങ്ങൾ ഈശ്വരമംഗലത്ത് നിന്ന് വരിക. ഞാൻ ഗൗതം, ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ. ഇതെന്റെ വൈഫ് നിധി. അല്ല, നിങ്ങൾ സിസ്റ്റേഴ്സ് ആണോ? അതെ, ഞങ്ങൾ സിസ്റ്റേഴ്സാ. അല്ല, നിങ്ങൾ എങ്ങനെ ഈ സ്ഥലത്ത് വന്ന് പെട്ടു? ഞങ്ങള് സൂര്യമംഗലത്ത് മനയിലേക്ക് പോവാൻ വന്നതാ. സൂര്യമംഗലത്ത് മനയോ? അവിടേക്ക് എന്തിനാ പോകുന്നേ? സൂര്യമംഗലത്തെ ഇളയത് തിരുമേനെ കാണാനാ പോകുന്നത്. ഈ കാര്യം ചേട്ടനും ചേച്ചിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങളും അങ്ങോട്ടേക്കാ. നിങ്ങളും സൂര്യമംഗലത്ത് ഇളയത് തിരുമേനിയെ കാണാനാണോ പോകുന്നത്? ഞങ്ങളവിടെ താമസിക്കാൻ പോവാ. സൂര്യമംഗലത്തെ ഇളയത് തിരുമേനിയുടെ കൊച്ചുമോളാതെ ഈ നിൽക്കുന്ന വൃന്ദ എസ് അയ്യർ. ഇവളുടെ വീടാണ് സൂര്യമംഗലത്ത് മന. ഇത് നേരാണോ? അതെ, എന്റെ തറവാടാ സൂര്യമംഗലത്ത് മന. അല്ല, അപ്പം നിങ്ങൾ സിസ്റ്റേഴ്സ് അല്ലേ? ഞങ്ങള് സിസ്റ്റേഴ്സ് ആണ്, എന്നാ ഫ്രണ്ട്സും ആണ്. ഇത് കിരൺ. ഞാൻ മേഘ. അനന്യ. ഞാൻ ശൈല. അല്ല, നിങ്ങളുടെയൊക്കെ വീട് എവിടെയാ? നിങ്ങൾ ഈ നാട്ടുകാരാണോ? ഞങ്ങൾ ഈ നാട്ടുകാരൊന്നുമല്ല, പക്ഷേ ഇവളുടെ മന ഞങ്ങളുടെയും കൂടെ തറവാടാ. ഇളയത് തിരുമേനി ഞങ്ങളുടെ കൂടെ മുത്തശ്ശനാ. ഞങ്ങളെ മുത്തശ്ശനെ കാണാൻ പോവാ.
മുത്തശ്ശൻ വിളിച്ചിട്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് വന്നതാ. നിങ്ങളെ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയത് നന്നായി. ഇനിയിപ്പോ സൂര്യമംഗലത്തെത്തുക എളുപ്പമാണല്ലോ. തീർച്ചയായും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. ഗൗതമേട്ടനും നിധി ചേച്ചിയും ഞങ്ങളുടെ കൂടെ വണ്ടിയിൽ വന്നു. അല്ല, അപ്പോ ഞങ്ങളുടെ ഈ വണ്ടി സൂര്യമംഗലത്ത് മനയിൽ എത്തിയ ശേഷം ഒരു മെക്കാനിക്കിനെ കണ്ടുപിടിച്ച് നമുക്കിത് റിപ്പയർ ചെയ്താ പോലെ. അല്ലേ ഗൗതം, ഇവര് പറയുന്നത് തന്നെയാ നല്ലത്. ആദ്യം നമുക്ക് മനയിലെത്താം, അത് കഴിഞ്ഞിട്ട് കാർ നന്നാക്കാം. ആ എന്താ അങ്ങനെ ചെയ്യാം. എന്നാ പോവാ. ശരി. വന്ന് കേറ്. ഗൗതം, ഈ യന്ത്രം വീണ്ടും നമ്മളെ സഹായിച്ചല്ലോ. ഞാനിത് പറയാൻ തുടങ്ങിയായിരുന്നു. തടസ്സങ്ങളൊക്കെ മാറി. ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് മനയിലെത്താം. നീ ചെന്ന് വണ്ടിയിലേക്ക് കയറി, ഞാൻ ബാഗ് എടുത്തോണ്ട് വരാം. രണ്ടും കൂടി ഇവിടെ പെട്ടു പോകേണ്ടതായിരുന്നു. ആ 5 പെൺകുട്ടികൾ വന്നില്ലായിരുന്നെങ്കിൽ നിധിയും ഗൗതവും കുറച്ച് കഷ്ടപ്പെട്ടേനെ. അവരെ സഹായിച്ച 5 പെൺകുട്ടികൾ ആരാ? എന്തായാലും അവര് പോയിരിക്കുന്നത് സൂര്യമംഗലത്തേക്ക്. അവിടേക്ക് തന്നെ പോവാം. മേഡം, ഈ വണ്ടിക്ക് എന്ത് പറ്റി? വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല സർ. ഇത് നിങ്ങളുടെ കാറാണോ? അല്ല സർ. പിന്നെന്തിനാ നിങ്ങൾ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? അത് ഞാൻ ഈ വണ്ടി കംപ്ലൈന്റ് ആയതുകൊണ്ട് വണ്ടി നിർത്തിയതാ ഞാൻ. അപ്പോഴേക്കും ഈ വണ്ടിയിലുണ്ടായിരുന്നവർ മറ്റൊരു വാഹനത്തിൽ കയറിപ്പോയി. നിങ്ങൾ ഈ സ്ഥലത്തുള്ളതാണോ? അല്ല. പിന്നെന്തിനാ നിങ്ങൾ ഈ സ്ഥലത്ത് വന്നത്? ഞാന് സൂര്യമംഗലത്തെ തിരുമേനെ കാണാൻ വന്നതാ. ഓ, ആ വണ്ടി വന്നേ. അപ്പൊ ശരി. ഡോ, ആ പെൺകുട്ടി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തനിക്ക് തോന്നിയോ? എനിക്കും തോന്നില്ല സാർ. എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതായി തോന്നി. ഇങ്ങനെയുള്ള സ്ഥലത്ത് പല ഉദ്ദേശങ്ങളായിട്ടായിരിക്കുമല്ലോ പലരും വരുന്നത്. പിന്നെ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴായിരിക്കും നമ്മളൊക്കെ അറിയുന്നത്. അവളെ പിന്തുടർന്ന് കസ്റ്റഡിയിൽ എടുത്താലോ സാർ? അതല്ല, ഈ സ്ഥലം നമ്മുടെ അധികാര പരിധിയിൽ പെടുന്നതല്ലോ. താൻ വണ്ടി എടുക്കാൻ പറ. നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോവാം. ശരി സാർ.